വലിപ്പമുള്ള ടൈപ്പ്. അതിൻ്റെ പേര് എന്താണെന്ന് അറിയത്തില്ല. ഇച്ചിരി വലിപ്പമുള്ള ടൈപ്പ്. നാടൻ കോവയ്ക്കയല്ല ഇത്. അതൊരു കമ്പ് കിട്ടിയപ്പോൾ നട്ടതാ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ഇതെന്ത് ചെടിയാന്ന് പറയാവോ? കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ എന്ത് മരമാണെന്ന്? ഇത് തൈയാണ്. ഞാൻ ചെറിയൊരു ബക്കറ്റിൽ നട്ടേക്കാണ്. ഇത് മാറ്റി ഇനി നടണം. അതിനി ഒരു പണിക്കാരുള്ളപ്പോൾ വേണം ഇത് മാറ്റി നടാൻ. അത് ഇച്ചിരി വലിയ കുഴിയൊക്കെ എടുത്ത് മാറ്റി നടണം. ഉള്ള സ്ഥലത്ത് നടാമെന്ന് വിചാരിച്ചാൽ. ഇതെന്താണെന്ന് പറയാമോ? ഇതെന്ത് ചെടിയാണെന്ന് പറയാമോ? പറയൂ ഫ്രണ്ട്സ്, ഇതൊന്ന് പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ ഈ മരം എന്താണെന്ന്? ചിലർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു ഉണ്ടാകുന്ന ചെടിയാണ്. നമ്മൾ കറിക്കകത്തൊക്കെ ഇടും. പറയാൻ കഴിയുമോ? അറിയാമോ? പറയൂ 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 പറയൂ. അറിയാമോ ആർക്കേലും ഇതെന്ത് ചെടിയാണ്? ചെടിയല്ല, മരമാ. ഇത് തൈയാണ്. എന്ത് തൈയാന്ന് പറ. അറിയാവുന്നവർ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. വീഡിയോസ് കാണുമ്പോൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇനി വരുമ്പോൾ പറഞ്ഞാലും മതി. ഇതെന്ത് ചെടിയാണെന്ന് പറയണം. ചെടിയല്ല, മരം. ഇത് ചെറിയ തൈയാണ്. ഇത് ഞാൻ ബക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കിച്ചണിലൊരു സാധനം ഉപയോഗിക്കും, കറിക്കകത്തൊക്കെ ഇടാൻ. അത്രയും ക്ലൂ പോരെ? അപ്പോൾ നിങ്ങളത് പറയുക, ഇതെന്താണെന്ന്. ഈ മരം എന്താണെന്ന് പറയുക. കണ്ടോ? കുരുമുളക്. പയറിൽ ഒരു വില്ലനുണ്ട്. എപ്പോഴും വന്ന് അതിൻ്റെ നീര് കുടിക്കുന്ന ഒരു ചേട്ടനുണ്ട്. അതിനെ കാണിക്കാമേ. കണ്ടോ? വേണ്ടി ഈ ജീവിയാണ് വന്ന് ഈ പയർ മൊത്തം നശിപ്പിക്കുന്നതിൻ്റെ. ഇത് നമ്മൾ ഒത്തിരി സ്പ്രേ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ശല്യമാണ്. കണ്ടോ? അതുകൊണ്ട് ഇതാ വേണ്ടി ഇതിനെ ഇങ്ങനെ ഞാൻ എടുത്ത് കളയും കാണുവാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിങ്ങനെ നോക്കണം. ഈ ഉറുമ്പ് ഈ ചോനൽ കൂടുതൽ ശല്യമാണ്. ചോനൽ കണ്ടോ? ചോനൽ ഈ പയറിൻ്റെ ഇല ഇങ്ങനെ പറിച്ച് ഞാൻ കളയും. കാരണം എന്നാലേ കൂടുതലും പയറുണ്ടാകത്തില്ല. ഇത് കൂടുതൽ ഇലയായി ഈ പയറെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് കുറേ ഇല ഞാൻ പറിച്ച് ഇങ്ങനെ ഞുള്ളിക്കളയുമ്പോഴത്തേനും ഇതേ പയർ നിറച്ച്